ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മുഹറം 10 എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അധികം വീട്ടിലുണ്ടാക്കുന്നത് കുറുക്കിയതെന്ന് വെച്ചിട്ട്. ഇത് നമ്മൾ വെല്ലം വെച്ചിട്ടുണ്ടാക്കും, അതല്ല നമ്മുടെ പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കും. ഞാനിവിടെ പഞ്ചസാര വെച്ചിട്ടുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടത് തേങ്ങാപ്പാലാണോ, തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ 2 തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം ആദ്യം രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാൻ നെയ്ച്ചോറിൻ്റെ അരി, അതായത് തനിമ അരി ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് നമ്മൾ അതായത് ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു പാട്ട, അതായത് ഒരു 2 ഗ്ലാസ് ഉണ്ടാവും. 2 ഗ്ലാസ് തനിമ അരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിനെ നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഇളക്കാം, നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ വിടരുത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ വേണം, കാരണം ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു പാട്ട, അതല്ലെങ്കിൽ 2 ഗ്ലാസ് നമ്മുടെ എന്താണ് കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്ച്ചോറിൻ്റെ അരി ആയതുകൊണ്ട് കുറുകി വരാനാണ് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നോർമലി നമ്മുടെ പത്തലിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, പത്തലിൻ്റെ പൊടി എടുക്കുക, അതിനെ വെള്ളത്തിലിട്ടിട്ടൊന്ന് നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കുക. വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഉരുട്ടിയെടുക്കട്ടെ. ഇനി നമ്മൾ വേവിക്കാൻ കുറുകി വെക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അത് കൈവിടരുത്, ജസ്റ്റ് ഒന്ന് കൈയെടുക്കുക, അതല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ മാറ്റി വെച്ച നമ്മുടെ വെള്ളക്കടല വെള്ളത്തിട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതാണ്. അപ്പോൾ ഇത് 1 കപ്പ് ഉണ്ടാവും, 1.5 കപ്പ് നമ്മുടെ കടല, അത് ഇതുപോലെ ഹാഫ് ആക്കിയിട്ടെടുക്കുക. കണ്ടോ, വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇനി ഉപ്പിട്ട് കൊടുക്കുക, നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളക്കടല വേണം, വെള്ളക്കടല വേവിച്ചത് വേണം. അതേപോലെ തന്നെ ചെറിയ കടുമ്പാക്കിയിട്ട്, അതായത് ചെറിയ ബോളാക്കിയിട്ട് നമ്മളത് വേവിച്ചിട്ടെടുക്കുക. ഇനി ഇത് കുറുകി വരുന്ന സമയമാണ് ബാക്കിയുള്ള നമ്മൾ കാര്യങ്ങൾ ഇതിൽ ചേർക്കാനുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു ടേസ്റ്റാണിത്. മുഹറം മാസം അധിക വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അത്രക്കും ടേസ്റ്റാണ് മുഹറം മാസം. ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റും കൂടെ. അപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള കടുമ്പ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് അത് ഉരുട്ടിയിട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ്. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഇത് കുറുകി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും, അതേപോലെ ടൈം എടുത്താലും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മൾ നേരത്തെ കടല എന്ത് ചെയ്തു, വേവിച്ചത് തൊലി കളഞ്ഞിട്ട് മാറ്റി വെച്ചില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ടോ, കുറുകി വരാൻ സ്റ്റാർട്ടായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടുമ്പ്, അതായത് അരി ബൗൾസ്, അത് ഓരോന്നായിട്ട് വിട്ടെടുക്കുക. പാത്രത്തിൽ നിന്നിട്ട് വിട്ടെടുത്തിട്ട് അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഏകദേശം ഒരു വലിയൊരു ബൗൾ നിറയെ ഉണ്ടാവും കടുവ. അപ്പം നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ബൗൾസും കടലയും ഇടയ്ക്ക് കടിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ്, അത്രക്കും ടേസ്റ്റാണ്. ഇക്കാൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കൽ ബെല്ലം വെച്ചിട്ടാണ്, കാസർഗോഡുകാർ അധികം ഉണ്ടാക്കൽ ബെല്ലം വെച്ചിട്ടാണ്. പക്ഷെ നമ്മളിവിടെ കാഞ്ഞങ്ങാട് സൈഡ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിതിൽ പഞ്ചസാരയിലാണ് കൂടുതൽ പേര് ഉണ്ടാക്കുക. ബെല്ലത്തിനോട് അത്ര വലിയ ഇഷ്ടം നമുക്കില്ലാത്തത് കൊണ്ടാവാം ശരിക്കും കുറേ പേര് ഇത് ബെല്ലം വെച്ചിട്ടുണ്ടാക്കുകയാണ്. ഇനി ഇതിനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ നോക്കാം, നമ്മുടെ ഉപ്പ് നോക്കുക, ഉപ്പും മധുരമൊക്കെ നോക്കാം.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലിട്ടിട്ട് നമ്മൾ പച്ച തേങ്ങ എടുക്കണം കേട്ടോ. എടുക്കുന്ന സമയത്ത് പച്ച തേങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിനെയും ഒന്നും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതും കൂടി കുറച്ച് കുറുകി വരണം. നല്ല ടൈറ്റല്ല, നല്ല ലൂസും അല്ലാത്ത പോലെ ഒന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സ്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് കടുമ്പ് നമ്മുടെ എന്താ നമ്മളെ റൈസിൻ്റെ ബോൾസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കടല വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് നമ്മൾക്കിപ്പോൾ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിടാം, അതല്ലെങ്കിൽ ഫുള്ളായിട്ടും കൂടി ഇടാം കേട്ടോ. ഇനി ഇതിന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ മുഹറം മാസത്തിലുള്ള കുറുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിനെ ടേസ്റ്റ് വെക്കാം കണ്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഉണ്ടാവുക. അപ്പോൾ ഈ മുഹറം മാസം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് ഇഫ്തിർ ഫാഹിം.